ഇല്ല, എന്നോട് എല്ലാരും പറയുന്നുണ്ട് നെഗറ്റീവ് ഈ പ്രഗ്നൻസി ടൈമില് നെഗറ്റീവ് ഇങ്ങനെ എടുക്കണ്ടെന്ന്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ചിലവർക്ക് ഇങ്ങനെ എന്ത് കണ്ടാലും കുറ്റം കമന്റ് ഇടണമെന്നുള്ളവരുണ്ടാവും. സങ്കടം വരുന്നുണ്ടോ? വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൽ കുറ്റങ്ങളൊന്നും കമന്റ് പ്രത്യേകിച്ച് ഇടല്ലെങ്കിൽ നമ്മള് വേറെ പഴയത് എന്തെങ്കിലും കുറച്ചെറിഞ്ഞു വരും. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. നിങ്ങൾ അങ്ങോട്ട് പോയില്ലല്ലോ, ഇങ്ങോട്ട് പോയില്ലല്ലോ, അതിന് ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അത് എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. വരും. ഇപ്പൊ പൊന്നേച്ച് മിണ്ടില്ലേ എന്ന് വെച്ചിട്ട് വരുന്നുണ്ട്. ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരും. ഞങ്ങള് പൊന്നേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട്, പൊന്നേച്ചി ഞങ്ങൾക്ക് വയ്യാണ്ടായി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹോസ്റ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അപ്പൊ ഞങ്ങള് പോയിണ്ടായി കാണുന്നുണ്ട്, ഞങ്ങള് വരുന്നുണ്ട്. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ചിലവരുടെ മൈൻഡാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ തള്ളയുടെ മുട പിടിച്ച സ്വഭാവവും പാക്കര പിള്ളച്ചേട്ടന്റെ വട്ടും ഒക്കെ ആ പെങ്കൊച്ച് നന്നായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചില കമന്റ്സ് കണ്ടാ നമുക്ക് വിഷമോ ദുഃഖമോ നല്ല റിപ്ലൈ ഒന്ന് കൊടുക്കണമെന്ന് തോന്നും. എന്ത് കാര്യത്തിനാണത്? അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട 1 മില്യൺ വ്യൂവേഴ്സ് കിട്ടും. എന്നുവെച്ചാ ചോദിക്കുന്നതിന് മറുപടി പറയണ്ടേ, നമ്മുടെ ഉത്തരവാദിത്തല്ലേ. മനസ്സിലായി. വ്യാപകലില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലെ ആയിപ്പോയത്?